ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സ്കൈലർ ലോഞ്ച് ചെയ്തിട്ടുള്ള ലെവലപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് ലെവലപ്പ്? അതിൻ്റെ ടാഗ്ലൈൻ തന്നെ യുവർ വിസ്ഡം പാർട്ട്ണർ എന്നുള്ളതാണ്. ഇപ്പോൾ ലെവലപ്പ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലത്തെക്കുറിച്ചും സംസാരിക്കാം. നമ്മളിൽ അധികം ആൾക്കാർക്കും വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ ഗോളുകളുണ്ട്. വലിയ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ലൈഫിൽ വലിയ മാറ്റങ്ങൾ വേണം, ഒരു സമാധാനം വേണം, ഒരു സന്തോഷം വേണം, നല്ല കുടുംബജീവിതം വേണം, നല്ല കരിയർ വേണം. അതേപോലെ തന്നെ നമുക്ക് നിരന്തരമായിട്ടുള്ള ഉയർച്ചയും വളർച്ചയും ഉണ്ടാവണം, സമ്പാദിക്കണം. ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങളാണ് ഉള്ളത്, ആഗ്രഹങ്ങളാണ് ഉള്ളത്. പക്ഷേ പലപ്പോഴും അതിലേക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജീസ് അറിയില്ല, അല്ലെങ്കിൽ ആ ഗോളുകളിലേക്ക് വേണ്ട ആക്ഷൻ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ആ ഒരു ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യുന്ന ചലഞ്ചിനെ മറികടന്ന് മുന്നോട്ട് പോകണം. നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് നല്ല കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈ എനർജി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വലിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണം. ആ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇതിനു മുൻപ് അനുഭവിച്ചിട്ടുള്ള ട്രോമാസിലൂടെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിലൊക്കെ വന്ന വൈകല്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് നമ്മൾക്കെന്താ വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മളുടെ പുറത്തുള്ള ലോകം അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡ്, എക്സ്റ്റേണൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റിയാലിറ്റിയുടെ തനി പകർപ്പാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ എങ്ങനെയാണോ ഉള്ളത്, അകത്ത് എന്താണോ ഉള്ളത്, അതിനനുസരിച്ചാണ് പുറത്തുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഒരു ജോലി ചെയ്യാൻ നമ്മൾക്ക് ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ ജോലി ഏറ്റെടുത്തു, പക്ഷേ നമുക്കത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജോലിക്കല്ല പ്രോബ്ലം, മറിച്ച് നമ്മളുടെ ഉള്ളിൽ പലപ്പോഴും നമുക്കെന്തല്ല, സമാധാനത്തിലല്ല, ക്ലാരിറ്റി ഇല്ല, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനർജി ഇല്ല, ആവേശമില്ല, ഉന്മേഷമില്ല. ഇതിൻ്റെ റീസൺ ഉള്ളിൽ വിഷമമുണ്ട്, സ്ട്രെസ്സുണ്ട്, പെയിനുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടെ എന്താ വെച്ചാൽ ക്ലാരിറ്റി വരുത്തുകയും അവിടെ നമ്മളൊരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്ത് അവിടെ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ വേൾഡിൽ നമുക്ക് വേണ്ടത് എന്താണോ അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കി ക്ലാരിറ്റി വരുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നോ ഡൗട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഉള്ളിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു അതിനനുസരിച്ച് പുറത്തേക്ക് നമ്മുടെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ സക്സസിൻ്റെ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിൾ എങ്ങനെയാണ്? നമുക്ക് നമ്മളോടുള്ള ബിലീഫ് എന്താണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയോടുള്ള ബിലീഫ് എന്താണ്, നമ്മുടെ ലക്ഷ്യത്തിലുള്ള നമ്മുടെ ബിലീഫ് എന്താണ്. ആ ബിലീഫ് വളരെ ലോ ആണ് എങ്കിൽ, കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആക്ഷൻ ഇഫക്റ്റീവ് ആവില്ല. ആക്ഷൻ ഇഫക്റ്റീവ് ആവാത്തതുകൊണ്ട് തന്നെ റിസൾട്ട് പോറായി പോകും. ഈ ഒരു ചലഞ്ചസ് ആണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. സ്വാഭാവികമായിട്ടും ഒരു പ്രാവശ്യം റിസൾട്ട് പോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യവും കൂടുതൽ എന്തായാലും നമ്മളെ ബാധിക്കുമെന്ത്? നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ താഴെ പോകും. അങ്ങനെ അതിനനുസരിച്ച് വീണ്ടും പൊട്ടൻഷ്യൽ വീക്കാവും, വീണ്ടും നമുക്ക് എന്ത് ചെയ്യും? റിസൾട്ട് ആക്ഷൻ എഫക്റ്റീവായിട്ട് എടുക്കാൻ പറ്റില്ല, റിസൾട്ട് പോരായി. ഇതിങ്ങനൊരു സൈക്കിളായിട്ട് മാറും. എന്നാൽ അതിന് പകരം നമുക്ക് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ തോട്ട് പ്രോസസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ആക്ഷൻ എഫക്റ്റീവ് ആകും, റിസൾട്ട് കൂടുന്തോറും നമ്മുടെ സെൽഫ് ഇമേജും അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും. വീണ്ടും അതെന്ത് ചെയ്യും? നമ്മുടെ ബിലീഫിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് വിജയിക്കുന്നവർ കൂടുതൽ വിജയിക്കുന്നു, പരാജയപ്പെടുന്നവർ കൂടുതൽ പരാജയപ്പെടുന്നു. ഈ ഒരു ജേണി കടന്നു പോകുമ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഇതിനുള്ള പരിഹാരമാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ റീപ്രോഗ്രാമിംഗ് ചെയ്യണം. അപ്പോൾ ഇൻറ്റേർണൽ റീപ്രോഗ്രാമിംഗ് ചെയ്യുക, അതേപോലെ ഹീലിംഗ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? റീക്രിയേഷൻ നടത്തണം. ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവണം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസാണ്. ആ ട്രോമാസിൽ നിന്നുണ്ടായിട്ടുള്ള നമ്മളുടെ ലിമിറ്റും ബിലീഫുകളാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻറ്റേർണൽ ഫോക്കസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻറ്റേർണൽ വിഷൻ എന്ന് പറയുന്ന നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് സപ്പോർട്ടും സംഗതികളൊക്കെ ലഭിക്കുന്ന ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞിരിക്കുന്ന ലെവലപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. ഫ്യൂച്ചറിൽ അതൊരു പെയ്ഡ് സർവീസായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും അതിൽ എന്ത് ചെയ്യുന്നത്? മോർണിംഗിൽ ക്ലാസ്സസ് ലഭിക്കും. അപ്പോൾ ആ ക്ലാസ്സസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുക്കാം. അതേപോലെ തന്നെ മെഡിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചില റുട്ടീൻസ്, ചില പ്രാക്ടീസസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ
ഹാബിറ്റ്സുകൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് വെച്ചാൽ 6 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്ലാസ്സസ് വരുന്നുണ്ട്. ആ ക്ലാസ് എന്ന് പറയും മെഡിറ്റേഷൻ വരുന്നുണ്ട്. മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈ മോർണിംഗ് ക്ലാസ് ആണ്. പല ട്രെയിനേഴ്സ്, ഞാൻ മാത്രമല്ല, പല ട്രെയിനേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഹാബിറ്റ്, അതായത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഹാബിറ്റ്സുകൾ വേണം, ചില റുട്ടീൻസ് വേണം. ആ റുട്ടീൻസ് നമ്മൾ എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യും. അത് ബിൽഡ് ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് വരുന്നത് എന്താണ്, നമുക്ക് പിന്നീട് വരുന്നതാണെന്ന് വെച്ചാൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഹീലേഴ്സിനെയും മെൻറ്റേഴ്സിനെയും കൗൺസിലേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അതിന് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ നൽകും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരിക, വന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് നാളത്തെ റിസർച്ചിനും അതേപോലെ എൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ എക്സ്പീരിയൻസിലൊന്നും നമ്മൾ ഒരുപാട് 10,000-കണക്കിന് ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത എക്സ്പീരിയൻസിലൊന്നുമല്ല. ആ എക്സ്പീരിയൻസ് നോളജൊക്കെ ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞാനും എൻ്റെ ടീമും ഉണ്ടാകുന്നതാണ്. ഇതൊരു മിഷനാണ്. ആ മിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ടീം, പുതിയ കൊളാബറേഷനും പുതിയ അസോസിയേഷനും ഒക്കെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ളൊരു ജേണിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇതിൽ നിങ്ങൾ വന്നു കഴിയുകയും ഇതിൻ്റെ ഭാഗമാവുകയും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കൊരു വെൽവിഷറായിട്ട് നിൽക്കുകയും പിന്നീട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിൻ്റെ പാർട്ടാകാനൊക്കെ പറ്റുന്ന അവസരങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നമുക്കുണ്ടാകും. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ആൻഡ് അതർ പീപ്പിൾസ് ലൈഫ്സ്, യു ക്യാൻ ജോയിൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ലെവലപ്പ് കമ്മ്യൂണിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ലെവലപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ കാണുന്ന അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, വാട്സപ്പ് മെസ്സേജ് അയക്കുക, എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എനിവേ ഒരു നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വലിയ വിഷനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പലരും പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ നയിക്കുന്ന ഒരു പ്രോഗ്രാമല്ല, ആക്ച്വലി പ്ലാറ്റ്ഫോം അല്ല. ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക പാർട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അതിനപ്പുറത്തേക്കൊരു വലിയ ടീം തന്നെ ഇതിൻ്റെ ഭാഗമുണ്ട്. അതുകൊണ്ടാണ് സ്കൈലർ എന്ന് പറയുന്ന ഒരു പുതിയ പേരിൽ പുതിയ മുഖവുമായിട്ട് പുതിയ ഫേസ് ആയിട്ട് വരുന്നത്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് ജേർണി ആൻഡ് ഐ hope you also will be excited. Let's do this together. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ലവ്ഡ് വൺസിനെയൊക്കെ എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക. This is a great platform for you. Thank you so much. Have a great day and enjoy learning. And this is Skylar Level Up and your learning and wisdom partner. So see you at the platform. Thank you. Have a great day.